ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ജീവൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. മനുഷ്യജീവൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മെയ് മാസം 4-ാം തീയതി പത്രങ്ങളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട മെയിൻ പേജിൽ തന്നെ വന്നൊരു വാർത്തയുണ്ട്. ഒരു ചോരക്കുഞ്ഞിനെ 23 വയസ്സുകാരിയായ അവിവാഹിത ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞു. കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ വൻഷിക എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് രാവിലെ 7:37 വലിച്ചെറിഞ്ഞു എന്നാണ് CCTV ദൃശ്യങ്ങൾ പറയുന്നത്. അവിവാഹിതയാണ്. അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നീട് അവൾ ഒരു ആമസോണിൻ്റെ കവറിൽ പൊതിഞ്ഞ് താഴേക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് 5-ാം നിലയിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അങ്ങനെ അതിനുശേഷം അതിലേ പോയ ഒരു ടാക്സി ഡ്രൈവർ ജിതിൻ എന്ന് പറയുന്ന ഇടുക്കിക്കാരൻ കാർ ഓടിച്ചു പോകുമ്പോൾ വേസ്റ്റിൻ്റെ കൂനയിൽ ഒരു പാക്കറ്റ് കിടക്കുന്നത് കണ്ടു. അത് നോക്കുമ്പോൾ ഒരു പാവയാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ദേഹം വണ്ടി നിർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഷാള് കഴുത്തിൽ കുരുങ്ങിക്കിടക്കുന്ന, പ്രസവിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കാണുകയും പോലീസിനെ വിളിക്കുകയും അങ്ങനെ പോലീസ് വന്ന് അത് കൊച്ചിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും, അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥ ആരാന്ന് അന്വേഷിച്ചപ്പോൾ ആ ഫ്ലാറ്റിൽ നിന്നും 5-ാം നിലയിൽ നിന്നും വലിച്ചെറിഞ്ഞതാണെന്നും അവളുടെ അമ്മ അവിവാഹിതയാണെന്നും 23 വയസ്സുകാരിയാണെന്നും തിരിച്ചറിഞ്ഞു. പ്രസവിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ ആ ആൺകുഞ്ഞിനെ വലിച്ചെറിയുകയാണ്. നമുക്കറിയാം, ഇന്ന് മനുഷ്യജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റാത്ത അനേകം സാഹചര്യങ്ങളും വ്യക്തികളും ഈ കാലഘട്ടങ്ങളിലുണ്ട്. ഈ ജിതിൻ എന്ന് പറയുന്ന ഡ്രൈവർ പറയുക, ഞാൻ അവിവാഹിതനാണ്, 8-9 വർഷം കഴിഞ്ഞു, ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റിയില്ല, അതിനെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ വളർത്തിയേനെ എന്ന് പറയുകയാണ്. പലരും അത്തരത്തിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിച്ചത് ആ ദിവസങ്ങളിൽ പത്രത്തിൽ വരികയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ മനുഷ്യജീവന് വിലയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. മനുഷ്യജീവിതം വിലയുള്ളതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 139:13 വചനം പറയുന്നുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനം 139:13 മനുഷ്യജീവൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചുമെല്ലാം ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട്. സങ്കീർത്തനം 139:13 ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനം 139:13 അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഇപ്പോൾ ദൈവത്തിന് വചനം പറയുക, എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് ദൈവമാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവമാണ് എന്നെ മെനഞ്ഞത് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് ഒരു മനുഷ്യരുടെ സൃഷ്ടിയുടെ രൂപീകരണം മുതൽ വലിയ ഒരു സ്ഥാനമുണ്ട്. പിറ്റേ ദിവസം ഇതേപോലെ മറ്റൊരു സംഭവം ഉണ്ടായി എന്ന് പത്രത്തിൽ വന്നു. 7 പേര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ, അവിവാഹിതനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി ശുചിമുറി കയറി ഇറങ്ങുന്നില്ല, പുറത്തിറങ്ങാതെ വന്നു. ഇവളിറങ്ങാൻ വൈകുന്നു. അപ്പം ബാക്കിയുള്ളവർ മുറിയിലുള്ളൊരു ഡോറെ മുട്ടി, തുറക്കുന്നില്ല. അങ്ങനെ പിന്നീട് ഈ 6 പേരും കൂടി ഇവൾ ലേറ്റ് ആകുന്നത് കൊണ്ട് വാതിലെ മുട്ടി, അങ്ങനെ മുട്ടി അവസാനം തുറക്കുന്നില്ല.
തുറക്കാതെ വന്ന സമയത്ത് ഈ 6 പെൺകുട്ടികളും കൂടി ഈ വാതിൽ ചവിട്ടി പൊളിച്ച് നോക്കുമ്പോൾ ഇവൾ പ്രസവിച്ച ഒരു കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം അങ്ങനെ മനുഷ്യ മനസാക്ഷി മരവിക്കത്തക്ക വിധത്തിലുള്ള സംഭവം ഒരു കൊച്ചിനെ അമ്മ വലിച്ചെറിഞ്ഞു. പിറ്റേ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണ്. ഈ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഇവർക്കാർക്കും മനസ്സിലായില്ല കൂടെ താമസിച്ചിട്ടും ഇവൾ ഗർഭിണിയാണ് എന്ന്. ഇവളുടെ മട്ടും പാവും എല്ലാം കണ്ടപ്പോൾ ഇവളോട് ചോദിച്ചു, നിൻ്റെ വയറൊക്കെ വലിയതാണല്ലോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു. ഗ്യാസ് നിറഞ്ഞതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒളിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. പോലീസിൽ പെട്ടെന്ന് തന്നെ പോലീസ് ഓടിയെത്തി. അതും എറണാകുളം ഭാഗത്ത് കണ്ടാൽ സംഭവിച്ചതാവുന്നു. പോലീസിനെ വിളിച്ചു. പോലീസ് ഓടിയെത്തി. അങ്ങനെ പെട്ടെന്ന് ആ കുഞ്ഞിനെ ആശുപത്രിയിലാക്കി. അങ്ങനെ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് ദൈവം പറയുകയാണ്. പെറ്റമ്മ മറക്കുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇന്ന് പെറ്റമ്മ പോലും കുഞ്ഞുങ്ങളെ മറക്കുന്ന വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ ഇന്ന് അമ്മമാർ പെരുമാറുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 127:3 നമ്മൾ കടന്നു വരുമ്പോൾ ഓരോ കുഞ്ഞിനെക്കുറിച്ചും ദൈവത്തിന് വചനം പറയാം. സങ്കീർത്തനം 127:3 ദൈവത്തിന് വചനം ഓരോ കുഞ്ഞും ആരാണ് എന്ന് വെളിപ്പെടുത്തി തരികയാണ്. ഓരോ കുഞ്ഞിനുമുള്ള പ്രത്യേകതകൾ എന്താണ് എന്ന് പറയുകയാണ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്ന് മക്കൾ തിരിച്ചറിയണം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു ഏകദിന കൺവെൻഷന് നമ്മുടെ രൂപതയിൽ ഒരു സ്ഥലത്ത് പോയി. വടക്കഞ്ചേരി എന്നാണ് സ്ഥലം. അപ്പോൾ ഞാൻ ഇവിടുന്ന് വണ്ടിയെ കയറി പോകുന്ന സമയത്തോട്ട് ഒരു ചേട്ടൻ എന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഫോൺ എടുത്തില്ല. വണ്ടി ഓടിച്ചു പോകുന്നത് കൊണ്ടും പെട്ടെന്ന് അവിടെ എത്തേണ്ടതുള്ളത് കൊണ്ട് ഫോൺ എടുത്തില്ല. വണ്ടി നിർത്തിയൊന്നും എടുത്തില്ല. ഞാൻ അവിടെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുത്തു. അതിന് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അത്യാവശ്യമായിട്ട് എൻ്റെ വീട്ടിലൊന്ന് വരണം. വലിയൊരു പ്രതിസന്ധി, വലിയ പീഡ അല്ലെങ്കിൽ ഒരു ഞെരുക്കം, വീട്ടിൽ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളിലേക്ക് എല്ലാം എത്തിച്ചേർന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് വീട്ടിൽ വരണം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ ഇളയ മകൻ വിവാഹം കഴിച്ചു. ആ കഴിച്ച പെൺകുട്ടിക്ക് 18 വയസ്സായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാണ്ട് ഒരു 3-4 മാസമായിട്ടുള്ളൂ. ഇവൾ ഗർഭിണിയായി എന്ന് അന്ന് രാവിലെയാണ് അവരറിയുന്നത്. അറിഞ്ഞ ഉടനെ ഇവൾ പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഇപ്പോൾ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം എന്നീ പെണ്ണ് വാശി പിടിക്കുകയാണ്. അബോർഷൻ ചെയ്യണമെന്ന് വാശി പിടിക്കുകയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു നോക്കി. ഭർത്താവ് പറഞ്ഞു, സമ്മതിക്കുന്നില്ല. അബോർഷൻ ചെയ്യണമെന്നായി. അവസാനം വഴക്കായി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയോടും പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമാണെന്ന് പറഞ്ഞു. അപ്പനും അമ്മയും അടുത്ത് വിളിച്ചിരുത്തി ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അബോർഷൻ അത് തെറ്റാണ്, അത് കൊലപാതകമാണ്, ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നത്. അപ്പനും അമ്മയും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പനും അമ്മയും പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ ഈ മാതാപിതാക്കന്മാർ അവളുടെ അപ്പനും അമ്മയും വിളിച്ചു. അവർ 100-400 കിലോമീറ്റർ അകലെയാണ്. അവരെ വിളിച്ചു. അവർ ഉപദേശിച്ചു. ആരും ഉപദേശിച്ചിട്ടും ഇവൾ കേൾക്കുന്നില്ല. ഇവൾ പറഞ്ഞു, ഇതിനെ അബോർഷൻ ചെയ്യണം. എനിക്കിപ്പോൾ ഇവളെ ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റില്ല. അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടി. അപ്പോൾ മാനസികാവസ്ഥ കുഞ്ഞിനെ സ്വീകരിക്കാനില്ലെങ്കിലാണോ വിവാഹം കഴിക്കാൻ പോകുന്നത്? അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളായി. എനിക്ക് അവിടുന്ന് വരാനും പറ്റാത്ത സാഹചര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. ഞാൻ ഇത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്ന വഴിക്ക്, കൺവെൻഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ ആ വീട്ടിൽ കയറി. അപ്പോൾ ഇവളുടെ മാതാപിതാക്കന്മാരുണ്ട്, ഇവൻ്റെ മാതാപിതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ വീട്ടുകാർ മൊത്തമുണ്ട്. പക്ഷേ ആര് പറഞ്ഞാലും ഇവൾ കൂട്ടാക്കുന്നില്ല. രാവിലെ തുടങ്ങിയ അംഗമാണ്. വൈകുന്നേരം ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, കുഞ്ഞിനെ ഞാൻ അബോർഷൻ ചെയ്യില്ല, ആ കുഞ്ഞിനെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് എന്തായാലും പിന്നീട് അവൾ പ്രസവിച്ചു. ആ കുഞ്ഞ് ഇന്ന് മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നൽകുന്ന ദാനമാണ്
മക്കളെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇന്ന് യുവതിയുവാക്കന്മാർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികൾ പെരുമാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുകയാണ്, സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ആ കൊച്ചിനെ കണ്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കാര്യത്തിന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഈ ഫാമിലി അവിടെ വന്നിട്ടുണ്ട്. മിടുക്കിയായി ഓടി നടക്കുന്ന ഒരു പെൺകുട്ടി, മിടുക്കിയായി ഓടി നടക്കുന്ന ഒരു പെൺകുട്ടി. അന്ന് ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഒരു തിരിച്ചറിവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് വധിക്കപ്പെടേണ്ട കുഞ്ഞാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യാക്കോബ് തൻ്റെ മക്കളെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ദൈവം കനിഞ്ഞു നൽകിയ മക്കളാണ് എൻ്റേതെന്ന് യാക്കോബ് പറയുന്നുണ്ട്. ദൈവം കനിഞ്ഞു നൽകിയ മക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം നൽകുന്ന സമ്മാനമാണ് ഉദരഫലമെന്ന് തിരിച്ചറിയുന്ന മാതാപിതാക്കന്മാർ ആ മനുഷ്യജീവനെ പ്രോത്സാഹിപ്പിക്കും, ആ മനുഷ്യജീവനെ വളർത്തും. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തിന് വിലയുണ്ട് എന്ന് തിരിച്ചറിയും. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ടാണ് വത്തിക്കാൻ കൗൺസിൽ ഗൗഡിയം എറ്റ് സ്പേസ് എന്ന് പറയുന്ന ആ പ്രമാണരേഖയിൽ 52ാമത്തെ ഖണ്ഡികയിൽ മനുഷ്യജീവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ദമ്പതികളിൽ മനുഷ്യജീവൻ രൂപം കൊള്ളുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട് യഥാർത്ഥ വ്യക്തികളുടെ നിരയിൽ സ്ഥാനം നൽകപ്പെട്ട ദമ്പതികൾ വികാരങ്ങളിൽ ഒന്നായി, മനസ്സിൽ തുല്യരായി, പരസ്പര വിശുദ്ധിയിൽ സംയോജിതരായി തീരട്ടെ. അതുവഴി ജീവൻ്റെ ഉറവിടമായ മിശിഹായെ അനുഗമിച്ച് തങ്ങളുടെ വിളിയുടെ സന്തോഷങ്ങളിലും പരിത്യാഗങ്ങളിലും അവരുടെ വിശ്വസ്തമായ സ്നേഹത്താൽ കർത്താവ് തൻ്റെ മരണവും ഉത്ഥാനവും വഴി ലോകത്തിന് വെളിപ്പെടുത്തിയ അവിടുത്തെ സ്നേഹത്തിൻ്റെ രഹസ്യത്തിന് അവർ സാക്ഷികളായി തീരട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെല്ലാം വ്യാഖ്യാനിച്ചുകൊണ്ട് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ വിളിയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പും ദമ്പതികൾ തിരിച്ചറിയണം. ദൈവമാണ് കുടുംബജീവിതത്തിലേക്ക് വിളിക്കുന്നത്, ദൈവമാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ അതുപോലെ സൃഷ്ടിക്കപ്പെട്ട് അതുപോലെ തന്നെ ദമ്പതികൾ വികാരങ്ങളിൽ ഒന്നായി, മനസ്സിൽ തുല്യരായി, പരസ്പര വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് അവർക്കുണ്ടാകുന്ന മക്കളെ വിശുദ്ധിയിൽ പരിപാലിക്കാനും വളർത്താനുമുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കുണ്ട് എന്ന് പഠിപ്പിക്കുക, സഭ പഠിപ്പിക്കുക, സഭ പ്രമാണ രേഖകളിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ല മക്കൾ എന്ന് പറയുന്നത്, ഒരു ബൈ പ്രോഡക്റ്റ് അല്ല. നമുക്കറിയാം ചില കെമിക്കലെല്ലാം ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാകും. അപ്പം അതുപോലെ ദമ്പതികൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് അല്ല മക്കളെന്ന് തിരിച്ചറിയണം. അപ്പോൾ മക്കൾ ഒരു ബൈ പ്രോഡക്റ്റ് അല്ല, മറിച്ച് അവരുടെ സ്നേഹത്തിൽ ദൈവം നൽകുന്ന സമ്മാനമാണ്. അപ്പം ഈ സമ്മാനം സ്വീകരിക്കാനുള്ള ഒരു വലിയ ഒരു തിരിച്ചറിവും ബോധ്യവും മനുഷ്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയണം. അപ്പം ഇതൊരു തിരിച്ചറിവില്ല എങ്കിൽ നമുക്കറിയാം ഇന്ന് പല ആൾക്കാരും മക്കൾ ഉണ്ടാകാൻ തടസ്സം ഉണ്ടാകുമ്പോഴേ ഈ ഇതിലേക്ക് പോകും, എന്താണ് IVF എല്ലാം ചെയ്യാൻ പോകും. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഒരിക്കൽ ഇവിടെ ഒരു കാർന്നൂർ വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ അതുകൊണ്ട് 10ാം വർഷത്തിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ വന്നു, എനിക്ക് പരിചയമുള്ള ചേട്ടൻ, ഈ മകൻ കെട്ടി വീട്ടുകാരെയും എനിക്ക് പരിചയമുണ്ട്. ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ ഇടപെട്ട് IVF ചെയ്യിക്കണം, IVF ചെയ്യാൻ നിർബന്ധിക്കണം. അപ്പോൾ ഈ പെണ്ണും അതുപോലെ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു IVF പരിപാടി ഞങ്ങൾ ചെയ്യില്ല. കാരണം IVF ദൈവത്തിന് നിരക്കുന്ന കാര്യവുമല്ല, അതിൻ്റെ പിന്നിൽ അധാർമികമായ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ചില കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അണ്ടം വേറുള്ളവരെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഫ്രീസറിൽ വെച്ചെടുക്കുമ്പോൾ പല കാര്യങ്ങൾ അത് മനുഷ്യ ജീവിതത്തിനും
അതുപോലെ അതിൻ്റെ മാഹാത്മ്യത്തിനും ദൈവം പഠിപ്പിക്കുന്നതിനും ദൈവികമായ കാര്യങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞ് ഈ പെണ്ണിനും പെണ്ണിൻ്റെ അപ്പനും അങ്ങനെയുള്ളവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് സമ്മതിപ്പിക്കണം, ഇല്ലെങ്കിൽ ഡൈവോഴ്സ്. അപ്പോൾ ഡൈവോഴ്സ് ചെയ്യണം, ഒന്നെങ്കിൽ ഡൈവോഴ്സ് അല്ലെങ്കിൽ IVF ചെയ്യിക്കണം പറഞ്ഞ് ഇവിടെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു IVF ചെയ്യുന്നത് നിയമപരമായും സഭാപരമായും ദൈവികമായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ആ പുള്ളിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എൻ്റെ മകന് കുട്ടി ഉണ്ടായില്ല, എൻ്റെ മകന് കുട്ടി ഉണ്ടായില്ലെങ്കിൽ ഡൈവോഴ്സ്, അതിനപ്പുറത്തൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഡൈവോഴ്സ് അല്ലെങ്കിൽ IVF. ഈ ചേട്ടനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഭയങ്കര റിജിഡായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഈ അപ്പനും അമ്മയോട് സംസാരിച്ചപ്പോൾ, അതുപോലെ ഈ മകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ അങ്ങനെ നമുക്ക് IVFൻ്റെ കാര്യമൊന്നുമില്ല, അത് ഞങ്ങൾ ചെയ്യാൻ കൂട്ടാക്കില്ല. അയാൾക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ അയാൾ ഡൈവോഴ്സ് ചെയ്യട്ടെ. അപ്പോൾ എന്നിട്ട് ഈ അപ്പൻ എന്നോട്, പെണ്ണിൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മകളും അതുപോലെ തന്നെ മരുമകനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ഇവർ സ്നേഹത്തിലാണ്, നല്ല സ്നേഹത്തിലാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അവരെ വിളിച്ച് ഇവിടെ വന്ന് സംസാരിക്കാൻ വന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അപ്പൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും കുട്ടിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾക്കത് ഒരു തരത്തിലൊരു പ്രശ്നമല്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ ഇതൊരു വിഷയമല്ല എന്ന് പറഞ്ഞു. ഞാൻ കുട്ടിയില്ലാത്തതിന് വിഷമമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഞങ്ങളുടെ അപ്പം പറയുന്ന പോലെ IVF ചെയ്യാനോ ഞങ്ങളില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതേ സ്റ്റാൻഡിൽ നിന്നാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ പറഞ്ഞു, ദൈവം ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന് ദാനമായ മക്കളെ അവർക്ക് നൽകണമെങ്കിൽ അത് ദൈവമാണ് തീരുമാനിക്കുന്നത്, അത് നമ്മളല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ രണ്ടപ്പന്മാർ തമ്മിൽ, അമ്മായിപ്പന്മാർ തമ്മിൽ പ്രശ്നമായി. അമ്മായിപ്പൻ പറഞ്ഞു, പെണ്ണിൻ്റെ അപ്പം പറഞ്ഞു, അത് ദൈവമല്ല തരേണ്ടത്, ഞങ്ങളല്ലോ തരേണ്ടത്, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, അതിൻ്റെ അപ്പുറത്തൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. എന്തായാലും നന്നായിട്ട് ഈ അപ്പൻ IVF അല്ല ഡൈവോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചും അതുപോലെ വചനം കേട്ടും ഇതുപോലെയുള്ള വചന ശുശ്രൂഷയിൽ ഇവിടെയും അതുപോലെ വചനം പഠിച്ചും അങ്ങനെ പങ്കെടുത്തും 11ാമത്തെ വർഷം അവർക്കൊരു കുട്ടിയെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് മക്കളില്ല എന്നതിൻ്റെ പേരിൽ IVF പോലെയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടി അണ്ടബാങ്കുകളിൽ പോകുന്നവരുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കത്തോലിക്കാ സഭയുടെ നിലപാടും ദൈവികമായ നിലപാട് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCC 2374 മുതൽ 2377 വരെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് ലാബിൽ വെച്ച് അണ്ടവും ബീജവും യോജിപ്പിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നതും അന്യൻ്റെ ബീജം അണ്ടം ഉപയോഗിച്ച് ഗർഭധാരണം നടത്തുന്നതും തെറ്റാണ്. എത്ര ന്യായീകരിച്ചാലും തെറ്റ് തന്നെയാണ്. കനത്ത ശമ്പളം വാങ്ങുന്ന യുവതികൾ ഗർഭധാരണത്തിനും പ്രസവത്തിനും ശിശുപരിചരണത്തിനും മടി കാണിച്ച് വാടക ഗർഭപാത്രം തേടുന്ന അപൂർവം സംഭവങ്ങളുമുണ്ട്. ഇത്തരം ദുസ്ഥിതി നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. കൂടുതൽ പണത്തിനു വേണ്ടി അണ്ടം വിൽക്കാൻ മുന്നിട്ടിറക്കുകയും അരുത്. ഓരോ പ്രവൃത്തിയെയും കുറിച്ചുള്ള കത്തോലിക്കാ സഭയുടെ ധാർമ്മിക നിയമങ്ങളും നിലപാടുകളും ഗ്രഹിക്കാൻ ശ്രമിക്കാത്തതാണ് ഏറ്റവും വലിയ പരാജയം. നമുക്കറിയാം, അണ്ടം അങ്ങനെ ശേഖരിച്ചു വെക്കുമ്പോൾ മക്കളില്ലാത്തവരുടെ ദമ്പതികളിൽ നിന്നും അങ്ങനെ ശേഖരിച്ച് പല അണ്ടങ്ങൾ എടുത്തു വെക്കും. പക്ഷേ ഇവരത് അണ്ടം എടുത്തു വച്ചിരിക്കുന്ന ഈ അണ്ടം അതിലേറ്റവും നല്ലത് ചിലപ്പോൾ അവരുടെ പോലും ആണെന്നിരിക്കുന്നില്ല. അവർ ഫ്രീസറിൽ നിന്നും എടുത്ത് അങ്ങനെ വരുന്നവർക്ക് ഇവരുടെ ആണെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും. ബാക്കിയുള്ളത് ഏറ്റവും നല്ല ജീവനുള്ളതും കൊള്ളാവുന്നതുമായി എടുക്കും. ബാക്കിയുള്ളതിനെ അവർ കൊന്നുകളയും. അപ്പോൾ അതിൻ്റെ പിന്നിൽ അവിടെ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, കൊലപാതകം നടക്കുന്നുണ്ട്. കാരണം കൊള്ളുന്ന അണ്ടം എടുക്കും, അത് ഈ മാതാപിതാക്കന്മാരുടെ ആണെന്ന് ഒരു ഉറപ്പുമില്ല താനും. അപ്പം അങ്ങനെ അണ്ടം സ്വീകരിച്ച്, എനിക്കറിയാവുന്നൊരു കേസുണ്ട്. അങ്ങനെ ഒരു മക്കളില്ലാത്ത ദമ്പതികൾ IVF ചെയ്യാൻ വേണ്ടി സ്ഥാപനത്തിൽ പോയി.
അങ്ങനെയെല്ലാം ശരിയാക്കി അങ്ങനെ അണ്ടം എല്ലാം ഈ സ്ത്രീയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. കുഞ്ഞ് പ്രസവിക്കാറായപ്പോൾ തൊട്ട് ഭർത്താവ് പറയാം, ഇതെൻ്റെയാണെന്ന് എൻ്റെ ഉറപ്പ്, ഇതെൻ്റെയാണെന്ന് എൻ്റെ ഉറപ്പിരിക്കുന്നത്. അവർ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ചു, നമ്മുടെയാന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പ്രസവ സമയമായി ഈ ഭർത്താവ് ആശുപത്രിയിലേക്ക് പോയില്ല. ഭർത്താവ് പറഞ്ഞു എൻ്റെയാന്ന് ഉറപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവൾ പ്രസവിച്ചു. അന്ന് മുതൽ പ്രശ്നങ്ങളും ആരംഭിച്ചു. കാരണം ഇവൻ പറയുന്നത് എൻ്റെയാന്ന് എന്താ ഉറപ്പിരിക്കുന്നത്. അത് ഡൈവോഴ്സ് വരെ എത്തി എന്നുള്ളതാണ് സത്യം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ അധാർമികമായ പല കാര്യങ്ങളുമുണ്ട്. യുവജന മതബോധനം യൂക്കാറ്റിൻ്റെ 423 അതുകൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ശിശുവിനെ പരകീയമായോ സ്വകീയമായോ ആയ ബീജമോ അണ്ടമോ സ്വീകരിച്ച് സാങ്കേതിക വിദ്യാപരമായി കൃത്രിമ ബീജസങ്കലനം വഴി ഗർഭധാരണം നടത്തുന്ന സമ്പ്രദായം മനുഷ്യമഹത്വത്തോടുള്ള ആദരം മൂലം സഭ അംഗീകരിക്കുന്നില്ല. സ്ത്രീകൾക്ക് ജീവിത പങ്കാളിയിൽ നിന്ന് അമ്മയാകാനുള്ള അവകാശം തന്മൂലം ഖനിക്കപ്പെടുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട അമ്മയാകേണ്ട അവൾ വേറെ പുറത്തുനിന്നുള്ള ഇടപെടൽ വഴി അമ്മയാകുന്നതിലൂടെ മനുഷ്യമഹത്വത്തെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ആദരിക്കുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ്, സഭ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യ ജീവിതം വളരെ വിലപ്പെട്ടതും അതുപോലെ തന്നെ അത് ദൈവത്താൽ പ്രത്യേകമായിട്ട് ലഭിക്കുന്ന ഒരു സമ്മാനവുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഒരു വ്യക്തി അബോർഷൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം ചെയ്യുമ്പോൾ മനുഷ്യ മഹത്വത്തെ നിഷേധിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. മനുഷ്യജീവന്റെ ഏക കർത്താവ് ദൈവമാണ്. ദൈവമാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏക കർത്താവ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2258 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യജീവൻ അതിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ പ്രവർത്തനം ഉൾക്കൊള്ളുന്നത് കൊണ്ടും അതിൻ്റെ ഏക അന്ത്യമായ സൃഷ്ടാവുമായുള്ള സവിശേഷ ബന്ധത്തിൽ എന്നും നിലനിൽക്കുന്നത് കൊണ്ടും പാവനമാണ്. അപ്പോൾ മനുഷ്യജീവിതം ആരംഭം മുതൽ അത് ദൈവത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് അത് പാവനമാണ് എന്ന്, പരിശുദ്ധമാണ് എന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. വീണ്ടും പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം മാത്രമാണ് ജീവൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അതിൻ്റെ ഉടയവൻ. നിരപരാധിയായ ഒരു മനുഷ്യജീവിയെ നേരിട്ട് നശിപ്പിക്കുവാൻ ആർക്കും യാതൊരു സാഹചര്യത്തിലും അവകാശപ്പെടാൻ സാധിക്കില്ല. ഇപ്പം ഒരു അബോർഷൻ നടത്താൻ മനുഷ്യന് സാധ്യമല്ല, നേരിട്ടോ അല്ലാതെയോ ചെയ്യാനായിട്ട് അവകാശമില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് ഒരു പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്നെ ഒരു കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അദ്ദേഹം ജോലി കഴിഞ്ഞ് വരും, 5:30 കഴിഞ്ഞ സമയത്ത് വരും, പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഭാര്യയും കൂട്ടിയാണ് വരുന്നത്. ഭാര്യയും കൂട്ടി പ്രാർത്ഥിക്കാൻ വന്ന് ഈ ചേട്ടൻ പറഞ്ഞ കാര്യം ഇതാണ്: 29 വർഷമായി ഇവളുടെ ജീവിതത്തിൽ ശ്വാസം മുട്ടൽ, ബ്രോങ്കൈറ്റിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ അടുത്ത കാലത്ത് അത് കൂടി. അവളൊരു ടീച്ചറാണ്, ഒരു സ്കൂൾ ടീച്ചറാണ്, ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. ഇപ്പം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ചോക്കിൻ്റെ പൊടി കണ്ടാൽ, എന്തെങ്കിലും എഴുതിയാൽ, കുട്ടികളെ കണ്ടാൽ ഇതെല്ലാം അവൾക്ക് പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ്. പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ചികിത്സകൾ പലതും നടത്തി. 29 വർഷമായി. ഇപ്പം സ്കൂളിൽ പോകാൻ പോലും പറ്റുന്നില്ല, കുട്ടികളെ കാണാനും പറ്റില്ല, അതുപോലെ തന്നെ ചോക്ക് എഴുതാൻ പറ്റില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അസംബ്ലി ആകുമ്പോൾ തന്നെ ഇത് കുഴഞ്ഞു വീഴും, ശ്വാസം കെട്ടില്ല, ചികിത്സിച്ചിട്ട് ഇതിന് ഭേദമില്ലെന്നാണ്, ചികിത്സിച്ചിട്ട് സൗഖ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് ഈ കുടുംബം കാണാൻ വേണ്ടി വന്നത്. അപ്പം ഞാനങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കർത്താവ് ഇങ്ങനെ തോന്നിച്ചു, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി, എത്ര അബോർഷൻ നടത്തിയെന്ന് ചോദിക്കാൻ വേണ്ടി, എത്ര അബോർഷൻ നടത്തിയെന്ന് ചോദിക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് ഈ അബോർഷൻ എന്നുള്ള വാക്ക് കേട്ടപ്പം എൻ്റെ മുമ്പിൽ കസേരയിലിരുന്ന ഈ ടീച്ചർ പെട്ടെന്ന് ബോധം കെട്ടു, കണ്ണെല്ലാം മുകളിലേക്ക് കയറി ബോധമില്ലാതെ കസേരയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് മറിഞ്ഞു വീഴുകയാണ്.
അപ്പോൾ ഭർത്താവ് ചാടി കയറി പിടിച്ചു. അപ്പോൾ ഇങ്ങനെ കസേരയിൽ നിന്ന് താഴേക്ക് പോയി. അതിനെ വലിച്ചു കയറ്റി കസേര ഇരുത്തി. പെട്ടെന്ന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ വെള്ളം കൊടുത്തു. ഭർത്താവ് വെള്ളമൊക്കെ തളിച്ചു, കുറച്ച് കുടിപ്പിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ച് ബോധമൊക്കെ വന്നു. ബോധം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, അബോർഷൻ എന്നുള്ള വാക്ക് കേട്ടാൽ ഇവൾക്കിപ്പം അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു പേടിയായിട്ട് മാറി. എന്നിട്ട് പറയുകയാണ്, ഇവൾ 2 അബോർഷൻ നടത്തിയെന്ന് പറഞ്ഞു. 2 അബോർഷൻ നടത്തി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ട്, പക്ഷേ 2 അബോർഷൻ നടത്തി. ആ 2 അബോർഷനിലൂടെ 2 കുഞ്ഞുങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു വിഷമം എപ്പോഴും മനസ്സിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരി അതൊരു കുറ്റബോധമായിട്ട് മാറി. ഇതൊരു കുറ്റബോധമായിട്ട് മാറുകയാണ്. അത് രോഗമായി മാറി. ഇപ്പം വേറെ കൊച്ചു പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ വിഷയം. കാരണം ഈ വേറെ ചെറിയ ക്ലാസ്സിലെ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അസംബ്ലിയിൽ നിന്നാൽ, സ്കൂൾ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞാൽ 29 വർഷം മുമ്പ് നടന്ന ഈ അബോർഷൻസിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കയറി. അങ്ങനെ ഇത് വലിയ ഒരു കുറ്റബോധം പോലെ കിടക്കുകയാണ്, വേട്ടയാടുകയാണ്. അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായി. പിന്നീട് ഈ സഹോദരിക്ക് അതിൽ നിന്നൊരു വിടുതൽ കിട്ടി. പാവങ്ങളെ ഏറ്റുപറഞ്ഞു. അതുപോലെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എന്തായാലും പിന്നീട് ഈ സഹോദരി ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ കൃപ കിട്ടി. അങ്ങനെ ആ രോഗം മാറി. അതുപോലെ തന്നെ അസ്വസ്ഥതകൾ വിട്ടുപോയി. മാനസികമായ പ്രയാസങ്ങളെല്ലാം മാറി. ഇന്ന് നല്ല രീതിയിൽ അധ്യാപികയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ദൈവം മാത്രമാണ് ജീവൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അതിൻ്റെ ഉടയവൻ. ദൈവം മാത്രമാണ്, വേറെ ആരുമല്ല. അപ്പം അതുകൊണ്ട് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, മനുഷ്യജീവനെ നമുക്ക് ഹനിക്കാനായിട്ട് പറ്റില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 20:13. പുറപ്പാടിൻ്റെ പുസ്തകം 20:13 ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെടുക്കാം, പുസ്തകം എടുക്കാം. 20-ാം അധ്യായം 13. കൊല്ലരുത്. ഇപ്പം 10 പ്രമാണം നൽകുന്ന അവസരത്തിൽ 5-ാമത്തെ പ്രമാണമായി ദൈവം നൽകിയ കൽപ്പനയാണ് കൊല്ലരുത്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 21-22 തിരുലിഖിതങ്ങൾ. മത്തായി 5:21-22 തിരുലിഖിതങ്ങൾ. ഒരുമിച്ച് വായിക്കാം. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷായി എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കും. വിട്ടി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയാകും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തരെ ഭോഷാന്ന് വിളിച്ചാൽ പോലും അത് ഏറ്റവും വലിയൊരു തിന്മയാണെന്ന് പറയുകയാണ്. അപ്പോൾ കൊല്ലുന്നവന് എത്രമാത്രം വലിയ ഒരു ശിക്ഷ അല്ലെങ്കിൽ ന്യായവിധിക്ക് വിധേയനായി അവൻ മാറുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പം അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2273 മനുഷ്യജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, നിരപരാധിയായ ഓരോ മനുഷ്യൻ്റെയും ജീവന് വേണ്ടിയുള്ള അന്യാധീനപ്പെടുത്താനാവാത്ത അവകാശം രാഷ്ട്ര സമൂഹത്തിൻ്റെയും അതിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം അത് നൽകേണ്ടത്, നിയമനിർമ്മാണങ്ങളിലൂടെ നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണ് എന്ന്, ഉത്തരവാദിത്വമാണ് എന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. അപ്പം നിരപരാധിയായ ഒരു മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണങ്ങളിലൂടെ രാജ്യങ്ങൾ ആ അവകാശത്തെ സംരക്ഷിക്കാൻ തയ്യാറാകണമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പറയുകയാണ്. കാരണം അത്രമാത്രം മനുഷ്യജീവനെ സംരക്ഷിക്കുന്നത് വിലയുള്ളതാണ്, മനുഷ്യജീവിതം മഹത്വമുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ജെറമിയായുടെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുലിഖിതം, ജെറമിയ പ്രവാചകന്റെ പുസ്തകം
1-ാമത്തെ അധ്യായം 5-ാമത്തെ ലിഖിതം മനുഷ്യജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് വീണ്ടും വ്യക്തമായിട്ടും ദൈവം നമ്മെ പഠിപ്പിക്കുക. യെരമ്യായുടെ പുസ്തകം 1:5 നമുക്ക് ഒരുമിച്ച് വായിക്കാം. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമ്മെ അറിയുന്ന ദൈവം, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ പ്രത്യേക ഒരു പ്രവാചക ദൗത്യം യെരമ്യായ്ക്ക് നൽകിയതുപോലെ ഓരോ ദൗത്യവും ഏൽപ്പിച്ചുകൊണ്ട് ഓരോ കുഞ്ഞും ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. ജോബിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഓരോ മനുഷ്യജീവൻ്റെ ആരംഭം മുതലുണ്ട് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. ജോബിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 8 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു, എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു. കളിമണ്ണ് കൊണ്ടാണ് അങ്ങ് എന്നെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ. പൊടിയിലേക്ക് തന്നെ അങ്ങ് എന്നെ തിരിച്ചയക്കുമോ? അങ്ങ് എന്നെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ? അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു, അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. അങ്ങ് എന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു. അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാ, ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് രൂപം നൽകി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഓരോ മനുഷ്യജീവിതവും എന്ന് തിരിച്ചറിയണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്, സ്വപ്ന ജോജു എന്ന് പറയുന്ന 8 മക്കളുടെ ഒരു അമ്മ തൃശ്ശൂർ ഭാഗത്തുള്ളതാണ്. ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ 8-ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന അവസരത്തിൽ അവൾക്ക് ക്യാൻസർ രോഗം പിടിപെട്ടു. ക്യാൻസർ രോഗം പിടിപെട്ട് എല്ലാവരും ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയാൻ പറഞ്ഞു. കാരണം കീമോതെറാപ്പി ചെയ്യുമ്പോൾ അതിലൂടെ ആ കുഞ്ഞല്ലെങ്കിലും നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് കീമോതെറാപ്പിയൊക്കെ ചെയ്യണം, അതുകൊണ്ട് അബോർഷൻ നടത്താൻ പറഞ്ഞു. അപ്പോൾ ഈ സ്വപ്ന പറയുകയാണ്, യോജുവിൻ്റെ ഭാര്യ സ്വപ്ന പറഞ്ഞു, എനിക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ എൻ്റെ കുഞ്ഞിനും ജീവിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞ് ജീവിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ അബോർഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അബോർഷൻ ചെയ്യാനായിട്ട് ഭർത്താവും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ അടുത്ത ആൾക്കാർ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൾ ഗർഭിണിയായ കാര്യമൊന്നും പിന്നീട് ആരോടും പറയാൻ പോയില്ല. ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റു കുഞ്ഞുങ്ങളെ ആർക്കും നോക്കാം. ഇപ്പം ഇവൾ മരിച്ചാൽ, സ്വപ്ന പറയുകയാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ 7 കുഞ്ഞുങ്ങളെ നോക്കാൻ ആർക്കും പറ്റും. പക്ഷേ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കാനും ജന്മം നൽകാനും എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അങ്ങനെ ഇവൾ കീമോതെറാപ്പിക്ക് വിധേയായില്ല. ആ കുഞ്ഞിനെ വളരാൻ അനുവദിച്ചു. അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു. അതിനുശേഷം 2017 ഡിസംബറിൽ 25-ാം തീയതി ഇവൾ മരണമടയുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജനനം, കുഞ്ഞിൻ്റെ ജീവൻ, 8-ാമത്തെ കുഞ്ഞിൻ്റെ ജീവൻ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇവൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് ജീവിക്കണമെന്ന് പറഞ്ഞ് തനിക്ക് ലഭിക്കേണ്ട കീമോതെറാപ്പി പോലും അല്ലെങ്കിൽ അതിലൂടെ ചികിത്സകൾ വേണ്ട എന്ന് വെക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം, മനുഷ്യജീവൻ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് വിലയുള്ളതാണ് എന്നും ഈ അമ്മ തിരിച്ചറിഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തെ നിസാരമായി കരുതുകയാണ്. അപ്പം അതുകൊണ്ടാണ് സങ്കീർത്തനം 22-ൽ 10-ാമത്തെ വചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 22:10, അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത്, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം, അകന്നു പോകരുത്, എന്നിൽ നിന്ന് അകന്നു പോകരുത്. അപ്പോൾ മാതാവിൻ്റെ ഉദരത്തിൽ
ഉരുവാകുന്ന ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്പർശനം അതിൻ്റെ പിന്നിലുണ്ട്, അതുപോലെ ദൈവത്തിൻ്റെ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഈ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. സങ്കീർത്തനം 139:14-16 വചനങ്ങൾ. സങ്കീർത്തനം 139:14 മുതലുള്ള വചനങ്ങൾ. സങ്കീർത്തനം 139:14 മുതലുള്ള വചനങ്ങൾ. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അത് എഴുതപ്പെട്ടു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, നിഗൂഢതയിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അറിയുന്നൊരു ദൈവം. ആ ദൈവം നമ്മുടെ ജീവിതത്തെ, മനുഷ്യ ജീവിതത്തെ മാനിക്കുന്നുവെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം അതിൻ്റെ പിന്നിലുണ്ട്, ഓരോ മനുഷ്യജീവനിലും ഉണ്ട്. അതുകൊണ്ട് മനുഷ്യജീവൻ മഹത്വമുള്ള ഒരു ജീവിതമാണ്. മനുഷ്യജീവന് മഹത്വമുണ്ട്. അപ്പോൾ ഈ മനുഷ്യ മഹത്വം തിരിച്ചറിയുന്ന ഒരു വ്യക്തി ജീവനെ അവഗണിക്കാനോ അല്ലെങ്കിൽ അതിനെ ഹനിക്കാനോ തയ്യാറാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2271 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ജീവൻ സംരക്ഷിക്കുക എന്ന മഹനീയ ദൗത്യം ജീവൻ്റെ നാഥനായി ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. തങ്ങൾക്ക് ഉചിതമായ വിധത്തിൽ അവർ അത് നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഗർഭധാരണത്തിൻ്റെ നിമിഷം മുതൽ അതീവ ശ്രദ്ധയോടെ ജീവൻ സംരക്ഷിക്കപ്പെടണം. ഗർഭചിത്രവും ശിശുഹത്യയും വെറുക്കപ്പെടേണ്ട പാപങ്ങളാണ്. അപ്പോൾ വെറുക്കപ്പെടേണ്ട പാപങ്ങളായിട്ട് ഗർഭചിത്രവും അതുപോലെ ശിശുഹത്യയുമെല്ലാം ആണ് എന്ന് ദൈവത്തിന് വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മതബോധന ഗ്രന്ഥം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. ഡിരാക്കയിലും ഇതുപോലെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്: നീ ഗർഭചിത്രത്താൽ ഭ്രൂണത്തെ കൊല്ലുകയോ നവജാത ശിശുവിനെ നശിപ്പിക്കാൻ ഇടവരുത്തുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുത്, മനുഷ്യജീവനെ മാനിക്കണം എന്നുള്ളത് ദൈവം നൽകുന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണ്, ദമ്പതികൾക്ക് നൽകുന്ന ഒരു ഉത്തരവാദിത്വമാണ്. CCCയിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 22:70 വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്: മനുഷ്യൻ്റെ ജീവൻ ആദരിക്കപ്പെടുകയും പൂർണ്ണമായി പരിരക്ഷിക്കപ്പെടുകയും വേണം. മനുഷ്യജീവനെ സംരക്ഷിക്കണം, അത് പരിരക്ഷിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മനുഷ്യജീവനെ മാനിക്കുകയും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും ദമ്പതികളെയുമെല്ലാം ദൈവം അനുഗ്രഹിക്കും. അതിനെക്കുറിച്ച് സങ്കീർത്തനം 128 വചനം പറയുന്നുണ്ട്. സങ്കീർത്തനം 128 അതിൻ്റെ 1 മുതലുള്ള വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായി മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും: കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. ഇപ്പോൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ മനുഷ്യജീവനെ സംരക്ഷിച്ചും പരിപാലിച്ചും നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ അധ്വാന ഫലം അവൻ അനുഗ്രഹമായി മാറും. അവൻ്റെ അധ്വാന ഫലം അനുഗ്രഹീതമായി മാറും. അവൻ്റെ ഭാര്യ അവൻ്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. അതുപോലെ മക്കൾ മേശയ്ക്ക് ചുറ്റും നിൽക്കുന്ന സൈത്ത് മുളകൾ പോലെയായിരിക്കും. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മക്കളുടെ മക്കളെ കാണാനുള്ള അനുഗ്രഹം, തലമുറകളെ കാണാനുള്ള അനുഗ്രഹം ആ ഭവനങ്ങളിൽ ദൈവം നൽകുന്നു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പം മനുഷ്യജീവനെ മാനിക്കുന്ന, മനുഷ്യ ജീവിതത്തെ
സംരക്ഷിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുക. നിയമാവർത്തന പുസ്തകം 28-1 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം ദൈവം നൽകിയ ജീവനെ സംരക്ഷിക്കണമെന്ന ആ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കപ്പെടുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഇതെല്ലാം സൂക്ഷ്മമായി പാലിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 28-1 മുതലുള്ള വചനങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനാകും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. അപ്പം ദൈവത്തിൻ്റെ വചനം പറയാം, നീ നിന്റെ സകല പ്രവൃത്തികളിലും അനുഗ്രഹിക്കപ്പെടും. നീ നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന കൽപ്പനകൾ അനുസരിക്കുമ്പോൾ. 10 പ്രമാണത്തിൽ 5ാമത് പറയുന്ന പ്രധാനപ്പെട്ട കൽപ്പനയാണ് കൊല്ലരുത്. അപ്പോൾ ഈ കൊല്ലരുത് എന്ന ഈ കൽപ്പന പാലിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം, വിശുദ്ധ ജിയന്ന മൊള്ളയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജിയന്ന മൊള്ള എന്ന് പറയുന്ന ആ ഒരു കുടുംബിനി വിവാഹം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോൾ ക്യാൻസർ രോഗബാധിതയായി മരണപ്പെടുകയാണ്. വിശുദ്ധയായി പിന്നീട് മാറുകയാണ്. ക്യാൻസർ രോഗം വന്നു. ആ സമയത്ത് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്നെല്ലാം പറയുമ്പോൾ ഭർത്താവ് നിർബന്ധിക്കുന്നു. കാരണം ചെറുപ്പമാണ്, അതുകൊണ്ട് വേറൊരു കുട്ടിയുണ്ട്. അപ്പോൾ അബോർഷൻ ചെയ്യണമെന്നെല്ലാം പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഭർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഇവൾ പറഞ്ഞു, ഞാൻ 36 വർഷം ഈ ലോകം കണ്ടു, പ്രകാശം കണ്ടു, എന്നാൽ ഉള്ളിലെ കുഞ്ഞ് ഈ പ്രകാശമൊന്നും കണ്ടിട്ടില്ല, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഉദരത്തിലുള്ള എൻ്റെ കുഞ്ഞ് ജീവിക്കണം. എന്നിട്ട് പറഞ്ഞു, ദേവാലയത്തിൽ വെച്ചാണ് നിങ്ങളെ എനിക്ക് ഭർത്താവായി യേശു തന്നത്. അതുകൊണ്ട് ക്രിസ്തുവാണ് നിന്നെ എനിക്ക് തന്നതുകൊണ്ട് ക്രിസ്തു നിന്നിലുമുണ്ട് എന്നിലുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിക്കില്ല, കുഞ്ഞിനെ അബോർഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പലരും നിർബന്ധിച്ചെങ്കിലും ഇവൾ സമ്മതിച്ചില്ല. ഇവൾക്ക് 2 സഹോദരങ്ങൾ വൈദികരുണ്ട്. അവരെല്ലാം പറഞ്ഞതെന്നറിയത്തില്ല. എന്തായാലും പലരും നിർബന്ധിച്ചു. ഈ കുഞ്ഞുണ്ടായതിന് ശേഷം ഇവൾ മരണപ്പെട്ടു. മരിച്ച ആ സമയത്ത് ആർച്ച് ബിഷപ്പ് മരിച്ചിടക്കിന് വന്നു. ഈ 2 വൈദികർ സഹോദരങ്ങളുണ്ട്. അതിലൊരാളോട് 2 പേരോട് ആരെങ്കിലും പ്രസംഗിക്കാൻ പറഞ്ഞ് മൈക്ക് കൊടുത്തു. അവർ മൈക്കൊക്കെ മേടിച്ചെങ്കിലും അവർ പ്രസംഗിച്ചൊന്നുമില്ല. മൈക്ക് താഴെ വെച്ചു. പിന്നെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദരത്തിലെ കുഞ്ഞ് എമ്മാനുവേല എന്ന പേരിൽ ആ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ വളർത്തി. അങ്ങനെ പിന്നീട് ഈ അമ്മ വിശുദ്ധിയായി മാറി. ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ വിശുദ്ധിയായി മാറ്റുന്ന അവസരത്തിൽ ഈ എമ്മാനുവേല എന്ന് പറയുന്ന കുഞ്ഞും അപ്പനും ഏറ്റവും മുമ്പിൽ ആ കാനൈസേഷൻ ദിവസം ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ വിശുദ്ധിയാക്കുന്ന സമയത്ത് ഏറ്റവും മുമ്പിൽ വന്നിരുന്നു. അപ്പോൾ ഈ മുമ്പിൽ വന്നിരുന്ന ഈ അപ്പൻ വിളിച്ചു പറയുകയാണ്, 7 വർഷം മാത്രമേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവൾ ഒരു വിശുദ്ധയായിരുന്നു. ഒരു വിശുദ്ധിയോടൊപ്പം 7 വർഷം എനിക്ക് ജീവിക്കാൻ സാധിച്ചു. എന്നിട്ട് ഈ മകളെ അടുത്ത് നിർത്തിയാണ് പറയുന്നത്. അപ്പോൾ അത് ഇറ്റാലിയൻ TV എല്ലാം അത് റെക്കോർഡ് ചെയ്തു. ആ സമയത്ത് അതെല്ലാം കാണിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഈ അപ്പൻ പറയുന്നുണ്ട്, ഈ എമ്മാനുവെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ജിയന്ന മൊള്ള എന്ന് പറയുന്ന ഇവൾ ഇന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ സ്വർഗത്തിൽ വെച്ച് കാണും. വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് സ്വർഗത്തിൽ വെച്ച് കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവ് കണ്ണുനീരൊഴുക്കുന്നത് TV യിലൂടെ കാണിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന
ജനങ്ങൾ മുഴുവനും കണ്ണുനീരൊഴുക്കി കരഞ്ഞു എന്നെല്ലാം മാധ്യമങ്ങളിൽ വന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ജിയന്ന മുള്ള എന്ന് പറയുന്ന ഇവൾ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ ഒരു ബലിയായി സമർപ്പിച്ചപ്പോൾ അവൾ വിശുദ്ധരുടെ പട്ടികയിലേക്കെല്ലാം പിന്നീട് ഉയർന്നു വരികയാണ്. അപ്പോൾ മനുഷ്യജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ആരെല്ലാം അതിന് വില കൊടുക്കുന്നുവോ അവരുടെ ജീവിതങ്ങൾ വലിയ ദൈവ തിരുമുമ്പിൽ വിലയുള്ള ജീവിതങ്ങളും അതുപോലെ തന്നെ മാതൃകകളുമായി ദൈവം ഉയർത്തുന്നു എന്ന് ഈ ജിയന്ന മുള്ളയുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുകയാണ്. അൾത്താരിയിലെ വണക്കത്തിന് വേണ്ടി ആ ജീവിതത്തെ കർത്താവ് ഉയർത്തുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ: മനുഷ്യ ജീവിതത്തെ നമ്മൾ മാനിക്കണം. മനുഷ്യ ജീവിതം ആദരവ് അർഹിക്കുന്നതാണ്. അതിൻ്റെ ഉടയവൻ ദൈവമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മനുഷ്യ ജീവിതത്തെ പ്രത്യേകമായിട്ടും പരിപാലിക്കാനും സംരക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ബെർണാഡ് നാഥാൻസൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ന്യൂയോർക്കിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് റൂത്ത് എന്നാണ്. അവളിൽ ഒരു കുഞ്ഞുണ്ടായി. ഗേൾ ഫ്രണ്ടാണ്, അതുകൊണ്ട് അതിന് അബോർഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അബോർഷൻ ചെയ്യിച്ചു, ഇല്ലായ്മ ചെയ്യിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പ്രാക്ടീസ് ആരംഭിച്ചു. ധാരാളം പണം ഉണ്ടായി. 2 വിവാഹം കഴിച്ചു, അതും ഫെയിലിയറായി. പിന്നീട് സുന്ദരിയായ ഒരു യുവതിയുമായി പ്രണയത്തിലായി. അവൾ ഗർഭിണിയായി. അവൾ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഈ ഡോക്ടർ അതിനെ സമ്മതിച്ചില്ല. അപ്പോൾ വളരെയധികം നിർബന്ധിച്ചപ്പോൾ ഡോക്ടർ ഒരു ഉപാധി വെച്ചു: നിന്നെ വിവാഹം കഴിക്കാം, പക്ഷേ അബോർഷൻ ചെയ്യണം, ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം. അപ്പോൾ അവൾ പറഞ്ഞു, കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അബോർഷൻ ചെയ്താൽ മാത്രമേ നിന്നെ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധിക്കുമ്പോൾ അങ്ങനെ അവസാനം സമ്മർദ്ദത്തിന് വഴങ്ങി അവൾ അബോർഷൻ ചെയ്യാൻ സമ്മതിച്ചു. അബോർഷൻ ചെയ്യാൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം കൈകൊണ്ട് ഈ ഡോക്ടർ അബോർഷൻ നടത്തുകയാണ്. അങ്ങനെ അബോർഷൻ നടത്തി കഴിഞ്ഞു. പിന്നീട് അബോർഷൻ അമേരിക്കയിൽ നിയമപരമായ രീതിയിൽ അനുവദിക്കപ്പെടാൻ വേണ്ടി അദ്ദേഹം നാഷണൽ അബോർഷൻ റൈറ്റ്സ് നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി നിയമപരമായി ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ 1973 അമേരിക്കയിൽ അബോർഷൻ നിയമപരമായി അനുവദിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം അങ്ങനെ നിയമപരമായി അനുവദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം 5000 അബോർഷൻസ് സ്വന്തം കൈകൊണ്ട് 6 വർഷത്തിനുള്ളിൽ ചെയ്തു. പിന്നീട് 15000 അബോർഷൻ നടത്താൻ വേറെ ഡോക്ടർമാരെ സഹായിച്ചു. 60,000-ഓളം അബോർഷൻസ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ന്യൂയോർക്കിലെ ഒരു സ്ഥാപനത്തിൽ വെച്ച് അങ്ങനെ നടത്തപ്പെട്ടു. പിന്നീട് 79 ആയപ്പോഴേക്കും അദ്ദേഹം 6 വർഷം കഴിഞ്ഞപ്പോൾ 6 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി. അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോഴും അബോർഷനിലൂടെ വധിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ മുഖം അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ അദ്ദേഹം വലിയ ഒരു പീഡയിലൂടെ കടന്നു പോവുകയാണ്. ഈ വധിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മകളും അവരുടെ ഫോട്ടോകളും അല്ലെങ്കിൽ അവരെ കണ്ട കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. അപ്പോൾ ഒരു അബോർഷനിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാൻ അദ്ദേഹം ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി അൾട്രാസൗണ്ട് ടെക്നോളജിയിലൂടെ ഒരു അബോർഷൻ നടത്തുമ്പോൾ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഈ അൾട്രാസൗണ്ട് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അബോർഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അബോർഷനിൽ കുഞ്ഞിനെ വധിക്കാൻ വേണ്ടി കത്തി ചെല്ലുമ്പോൾ, കത്തി ഗർഭപാത്രത്തിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞ് വാ തുറന്ന് നിലവിളിച്ചുകൊണ്ട് ഗർഭപാത്രത്തിലൂടെ കത്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഓടി നടക്കുന്നത് കാണുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിച്ചുകൊണ്ട് ഓടുന്ന ആ വലിയ ദയനീയമായ കാഴ്ചകൾ ഈ റെക്കോർഡിലൂടെ അദ്ദേഹം കാണുകയാണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് അദ്ദേഹം ഈ അബോർഷൻ ചെയ്യുന്ന പരിപാടികൾ 1979 അവസാനിപ്പിച്ച് അന്നെടുത്ത ആ റെക്കോർഡ് ദ സൈലന്റ് സ്ക്രീം,
നിശബ്ദമായ നിലവിളി എന്ന പേരിൽ അദ്ദേഹം ഒരു വീഡിയോ ആക്കി പ്രോ ലൈഫ് അന്നോടുകൂടി പുള്ളി അവസാനിപ്പിച്ചു. അബോർഷൻ അവസാനിപ്പിച്ച് ജീവനെ സംരക്ഷിക്കാൻ പ്രോ ലൈഫ് പ്രസ്ഥാനം ആരംഭിച്ചത് ഇദ്ദേഹമാണ് 1979. അന്ന് എടുത്ത ആ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ പ്രോ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് അദ്ദേഹം പിന്നീട് മാറ്റുകയാണ്. പിന്നീട് ഈ അബോർഷൻ്റെ പൈശാചികതയെല്ലാം അദ്ദേഹം തിരിച്ചറിഞ്ഞ് പിന്നീട് ഒരു കുഞ്ഞു പോലും വധിക്കപ്പെടരുത്, കൊല്ലപ്പെടരുത് എന്ന് തിരിച്ചറിയാൻ അങ്ങനെ അനേകരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇത്രമാത്രം അബോർഷൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാരണമായത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. ഇദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിനോ ആ കുടുംബത്തിനോ ദൈവവിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ദൈവവിശ്വാസം പഠിപ്പിച്ചില്ല, ധാർമ്മികത പഠിപ്പിച്ചില്ല, ജീവിതത്തെക്കുറിച്ചോ വിശ്വാസ ജീവിതത്തെക്കുറിച്ചോ ഈ മകനെ പഠിപ്പിക്കാതെ പോയപ്പോൾ ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറി എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ഇന്ന് നമ്മൾ ജീവൻ്റെ മഹത്വത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടവരായി മാറുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ, വളർത്തണമെങ്കിൽ, പരിപോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ ദൈവവിശ്വാസത്തിലേക്കും ദൈവാരാധനയിലേക്കും നമ്മൾ കടന്നു വരുന്നവരായിട്ട് മാറുമ്പോൾ മാത്രമേ ജീവൻ്റെ സംരക്ഷകരും പ്രചാരകരുമായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റൂ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ധാർമ്മികമായ നിലവാരം പുലർത്തും. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവവചനത്തെ കേൾക്കാനും പഠിക്കാനും തയ്യാറാകുമ്പോൾ ഒരു വ്യക്തി ധാർമ്മികമായ നിലവാരം അവൻ്റെ ജീവിതത്തിൽ അവൻ പുലർത്താൻ ആരംഭിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ജീവൻ്റെ ഒരു സംസ്കാരം, ജീവനെ സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം കെട്ടിപ്പടുക്കാൻ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതങ്ങളിൽ പ്രത്യേകമായിട്ടും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവൻ്റെ സംസ്കാരം നമുക്ക് വളർത്താൻ പറ്റില്ല. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയും വിജയത്തിലെത്തില്ല. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ പ്രത്യേകമായിട്ടും തങ്ങളുടെ രക്ഷകനും നാഥനുമാണ് എന്ന് തിരിച്ചറിയാനും അംഗീകരിക്കാനും തയ്യാറാവുന്ന ഒരു വ്യക്തിക്ക് ജീവൻ്റെ സംരക്ഷകനായി മാറാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അനേകം വ്യക്തികൾ മനുഷ്യ ജീവിതത്തെ ഹനിക്കുമ്പോൾ, കൊലപാതകങ്ങളിലൂടെ അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമ്മൾ മാറണം. ജീവൻ്റെ സംരക്ഷകരും പ്രചാരകരുമായി നമ്മൾ ശക്തമായിട്ടും നിൽക്കേണ്ട വ്യക്തികളായിട്ട് നമ്മൾ മാറണമെന്ന് ഈ ദിവസം പ്രത്യേകമായിട്ടും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് എന്തിൻ്റെയും പേരിൽ ഇനി കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക രോഗങ്ങൾ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുകളുണ്ട്, സിൻഡ്രോമുണ്ട്, ഏതെങ്കിലും ഡൗൺ സിൻഡ്രോമുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ ആ ജീവിതം വേണ്ട എന്ന് പറയുന്ന ശൈലി പ്രത്യേകമായിട്ട് നമ്മൾ ഒഴിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2277 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ലക്ഷ്യങ്ങളും മാർഗങ്ങളും എന്തായാലും വൈകല്യമുള്ളവരുടെയും രോഗികളുടെയും അല്ലെങ്കിൽ മരണാസന്നരുടെയും ജീവിതം അവസാനിപ്പിക്കുന്നതാണ് പ്രത്യക്ഷമായിട്ടുള്ള ദയാവധം. അത് ധാർമ്മികമായി സ്വീകാര്യമല്ല. അപ്പോൾ നമുക്ക് ജീവൻ്റെ പ്രചാരകരും സംരക്ഷകരുമായിട്ട് മാറാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ആനുകാലികമായ പല സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ കടന്നു വന്നതും സംഭവിച്ചതുമെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തി. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ സമൂഹത്തിൽ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ, ഒരു യേശു വിശ്വാസി എന്ന നിലയിൽ ജീവൻ്റെ പ്രചാരകരും പരിപോഷകരും സംരക്ഷകരുമായി മാറാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിക്കുമുണ്ട് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഉത്തരവാദിത്വത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെയും അതുപോലെ തന്നെ കുടുംബങ്ങളെയും
ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വിട്ടുകൊടുക്കാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് ഇന്ന് 2 കരങ്ങളും ഉയർത്തി ജീവൻ്റെ സംരക്ഷകരും പരിപാലകരുമായി മാറേണ്ട നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ തക്കവിധത്തിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുവാൻ ആഗ്രഹിച്ച് നമുക്ക് 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഞങ്ങളിൽ നിറയണമേ, ആത്മാവേ റൂഹായേ ഞങ്ങളിൽ നിറയണമേ, കൃപകൾ നൽകണമേ.